CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നഗരസഭയുടെ അമൃത് ശുദ്ധജല വിതരണ പദ്ധതി മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. തോട്ടിപ്പണി വിവാദം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. അജണ്ട ചർച്ച ചെയ്യാനാകാതെ കൌൺസിൽ യോഗം അവസാനിപ്പിച്ചു. സമസ്ത മേഖലയിലും വികസനം കാഴ്ചവെച്ച കേരളം മാലിന്യ സംസ്കരണത്തിൽ ഇനിയും മുന്നേറേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. പുന്നേർകുളം തൃപ്പറ്റിൽ നിർമ്മിച്ച ഹെൽത്ത് കോംപ്ലക്സും ഷീപ്പ് ഫിറ്റ്നസ് സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അയ്യംപറമ്പ് സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ 57 വയസ്സുള്ള ജോയ്സനാണ് പരിക്കേറ്റത്. നായരങ്ങാടി അണ്ടിക്കോട്ട് കടവിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മെറ്റൽ വിരിക്കുന്നതിനെ ചൊല്ലി തർക്കം. കരാറുകാർ പണി ഉപേക്ഷിച്ചു. മെറ്റൽ റോഡിൽ കിടക്കുന്നത് യാത്രികർക്ക് ദുരിതമാകുന്നു. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്നയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. പടിഞ്ഞാറേ നടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന LNT ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയും ഒരു ഹിറ്റാച്ചിയും പോലീസ് പിടിച്ചെടുത്തു. പുന്നേർകുളം പഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. ജനാധിപത്യ മൂല്യങ്ങൾ വീണ്ടെടുക്കാനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്ക് നടക്കാനിരിക്കുന്നതെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. UDF മണലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമാക്കാൻ LDF ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. 30 വർഷം തരിശായി കിടന്നിരുന്ന 200 ഏക്കർ പാടം നെൽവയൽ കൃഷിയോഗ്യമാക്കി കർഷകർ ഇറക്കിയ കൃഷി ഉണക്ക ഭീഷണിയിൽ. കടവല്ലൂർ പാടശേഖരത്തിൽപ്പെട്ട ഒതളൂർ ബണ്ട് മുതൽ കടവല്ലൂർ മരങ്ങാട് പാടം വരെയുള്ള നെൽകൃഷിയാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. 6.5 പതിറ്റാണ്ടിനു ശേഷം കുറ്റിപ്പുറം നൊട്ടനാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇടിക്കളം ചടങ്ങ് നടന്നു. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങ് നടന്നുവരുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച വിനോദയാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കിടങ്ങൂർ കാർത്യായനി ദേവിക്ക് കല്ലഴി മ്യൂസിക് സമർപ്പിക്കുന്ന ഭക്തിഗാനം ദേവി കാർത്യായനിയുടെ പ്രകാശനം നടന്നു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കണ്ടാനശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ YMCAയും വനിതാ ഫോറവും സംയുക്തമായി വനിതാ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ LF കോളേജിൽ നടന്ന ശില്പശാല ചാവക്കാട് നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും അടുക്കളത്തോട്ടത്തിൽ വിളയിച്ചെടുക്കാം എന്ന് തെളിയിക്കുകയാണ് ചങ്ങരംകുളം കൊക്കൂർ സ്വദേശിയായ അബ്ദുള്ള മാളിയേക്കൽ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങിയത്. ആകക്കണ്ണിൽ പഠിച്ചെടുത്ത താളത്തിൽ കൊട്ടിക്കയറി തായമ്പകയിൽ വിസ്മയം തീർത്ത രശ്മി മണികണ്ഠൻ. ചേലക്കര പുലാക്കോട് കണ്ടംകുമരത്ത് മണികണ്ഠൻ രാജേശ്വരി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് 9ാം ക്ലാസ്സുകാരിയായ രശ്മി. കാട്ടകാമ്പാൽ ചിറക്കൽ ജുമാ മസ്ജിദ് വെൽഫെയർ കമ്മിറ്റി UAE ഘടകം മഹല്ല് പരിധിയിലുള്ള വീടുകളിലേക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. മുണ്ടൂർ പഴമുക്ക് GLP സ്കൂളിൽ സ്റ്റാർട്ട്സ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതി സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പൌരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.